ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്ന് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് കളിച്ചുകൊണ്ടിരുന്നിരുന്ന എൻ്റെ വീടിന്റെ അടുത്തുള്ള ഒരു പാടമുണ്ട്. അപ്പൊ പാടം പിള്ളേരെയൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാമെന്ന് വിചാരിച്ചു. പിള്ളേരാണെങ്കിൽ വീടിന്റെ അകത്ത് ചൂടൊക്കെ പിടിച്ചിരിക്കല്ലേ. അപ്പൊ പാടൊക്കെ ഒന്ന് കണ്ട് സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ച് ഒക്കത്തിനെയും തൂക്കി വാരിയെടുത്ത് പാടത്തോട്ട് പോയി. പാടം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇഷ്ടംപോലെ സ്ഥലമാണ് കളിക്കാനായിട്ട്. കുന്നും മലയൊക്കെ പോലെ കുറെ സ്ഥലമുണ്ട്, ഓടി നടന്ന് കളിക്കാം. അപ്പൊ അവര് കുറെ നേരം അവിടെ കളിച്ചു. അപ്പൊ ആകാശത്തൂടെ കുറെ വിമാനങ്ങളൊക്കെ പോകണ്ടായിരുന്നു. അതൊക്കെ പോകുമ്പോ വിഹായിസ് അവന്റെ അച്ഛനാണ് പോണേന്നൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്ത് അവിടെ കുറച്ചു നേരം കളിച്ചു നിന്നു. തുമ്പിക്കും മുമ്പാറ്റേക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കളിക്കാൻ. കുഞ്ഞിനും അതെ ഭയങ്കര സന്തോഷമായിരുന്നു കളിക്കാനായിട്ട്. പിന്നെ അവരവരെ കളിക്കാനായിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ നീളാനെയും അവന്റെ അനിയനെയും കൂട്ടി വന്നു. അവരെല്ലാവരും കൂടി ഒരുപാട് സമയം കളിച്ചു. അങ്ങനെ ഒരു 6:30 ആയപ്പോ ഞങ്ങള് വീട്ടിലോട്ട് തിരിച്ചു പോന്നു. അങ്ങനെ പോന്നതിന് ശേഷം പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പിള്ളേര് പറഞ്ഞു നമുക്ക് ഒന്നും കൂടി പാടം കാണാൻ പോവാന്ന് പറഞ്ഞ ഒരു ദിവസം വാശി പിടിച്ചു. അപ്പൊ ശരിയെന്ന് പറഞ്ഞ് ഞാനും എന്റെ ചേച്ചിയുടെ മോളും കൂടി അവരെയൊക്കെ കൊണ്ട് പാടത്തോട്ട് വന്നു. അന്ന് ഇവിടെ പിള്ളേരൊന്നും കളിക്കുന്നില്ല. സാധാരണ ഇവിടെ കുറെ ബോയ്സ് ഒക്കെ വന്ന് ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ അങ്ങനെ കളിക്കുന്ന സ്ഥലമാണിത്. അപ്പൊ അന്ന് ഇവര് ആരും എന്തോ കളിക്കാൻ ആരും വന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്പേസ് ഇവർക്ക് ഫ്രീ ആയിട്ട് കളിക്കാനായിട്ട് കിട്ടി. അന്ന് നമ്മൾ വന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടത്. ഇത്രയും അറ്റത്ത് അവിടെയാണ് നമ്മൾ അന്ന് വന്നത്. ആ വണ്ടിയൊക്കെ ഇരിക്കുന്നിടത്താണ് അന്ന് നമ്മൾ വന്ന് കളിച്ചത്. പിന്നെ ഇവര് ഇതിന്റെ ഇപ്പുറത്തോട്ട് കുറച്ച് സ്പേസിലോട്ട് ഇവിടെ കളിക്കാൻ വന്നു. ഇവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് ആണ്, കളിക്കുന്ന സ്ഥലമാണ്. നല്ല പരപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. കുറെ പുല്ലൊക്കെ ഉണ്ട്. സുഖമായിട്ട് നടന്ന് നല്ല കാറ്റൊക്കെ ആയിട്ട് അങ്ങനെ കളിക്കാം. ഞങ്ങൾ പണ്ട് ഇവിടെ ഒരുപാട് കളിച്ചു നടന്നതാണ്. ചിന്നു ഇതൊക്കെ കണ്ട് ഇങ്ങനെ നോക്കി സന്തോഷിച്ചിരിക്കുകയാണ്. പിള്ളേരുടെ ഒരു ഓട്ടവും. ഒരാണെങ്കിൽ വീടിന്റെ അകത്തിരുന്ന് ഇങ്ങനെ വീർപ്പ് മുട്ടിയിരിക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോ ഇവർക്ക് ഭയങ്കര സന്തോഷമായി. ഇത്രയും സ്പേസിലൊന്നും ഇവർ ഇതുവരെയും കളിച്ചിട്ടില്ല. ഇതൊരുപാട് സ്പേസ് ഇങ്ങനെ കിടക്കുകയാണ്. എല്ലായിടത്തും ഇവർക്ക് ഇങ്ങനെ നടക്കാം. അപ്പൊ വീട്ടിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടൊന്നും ആർക്കും ഒരു അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ള പോലെ കുറെ സമയം കളിച്ചു. പിന്നെ നമ്മളും വിചാരിച്ചു കുറച്ചു നേരം കളിച്ചോട്ടെ, എപ്പോഴും വീടിന്റെ അകത്ത് തന്നെ ഇരിക്കുകയല്ലേ, കുറച്ചു നേരമൊക്കെ ഒന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ച് ഒരു 6 മണി 6:30 വരെയൊക്കെ കളിച്ചു. അപ്പൊ ഒരു 6:30 ആവാറായി കഴിഞ്ഞപ്പോ ആകാശത്തൊക്കെ ചെറിയ കാർമേഘം പോലെയൊക്കെ വന്നു തുടങ്ങി. അഥവാ മഴയൊക്കെ പെയ്താലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറഞ്ഞു മതി, ഇന്നത്തെ കളിയൊക്കെ നമുക്ക് അവസാനിക്കാം, പതുക്കെ വീട്ടിലോട്ട് പോവാന്ന് പറഞ്ഞു. അപ്പോ ശരിന്ന് പറഞ്ഞ് ഒക്കത്തിനെ നമ്മൾ തൂക്കിയെടുത്ത് നടക്കാൻ തുടങ്ങി. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോഴാണ് നമുക്ക് ഇവിടെ വന്ന് കളിക്കാനൊക്കെ പറ്റുള്ളൂ. മഴയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെള്ളം നിറയും. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരാനേ പറ്റില്ല. പിന്നെ ഒരു ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴാണ് ഈ വെള്ളം വച്ചുള്ളൂ. അപ്പോഴേക്കും വിത്തിറക്കേണ്ട സമയമൊക്കെ ആവും പാടത്ത്. അപ്പൊ ആ സമയത്താണ് ഇവർ ഇവിടെയൊക്കെ വെള്ളമൊക്കെ വറ്റിച്ച് വീണ്ടും കൃഷിപ്പണികളൊക്കെ തുടങ്ങുക. അപ്പൊ തുമ്പിയൊക്കെ ഓടി നടന്ന് ക്ഷീണിച്ചു. പിന്നെ വീട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞ് വാശിയായി തുടങ്ങി. ഞങ്ങൾ ചെരുപ്പൊക്കെ എടുത്ത് പതുക്കെ വീട്ടിലോട്ട് ഇറങ്ങി. ഇതിന് ശേഷം ഒരു ആഴ്ച കഴിഞ്ഞപ്പോ മഴ പെയ്തായിട്ടുള്ള ഒരു പാടത്തിന്റെ അവസ്ഥയാണ് ഇപ്പൊ ഇങ്ങനെയായി മാറിയേക്കാണ്. നമുക്കൊന്നും ആ ഭാഗത്തേക്കൊന്നും പോവാനേ പറ്റില്ല. ഇതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ പാടത്തിന്റെ അവസ്ഥ. കുട്ടികളൊന്നും കൊണ്ട് കാണിച്ച സന്തോഷം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.